ഇന്ന് നമ്മളെല്ലാവരും കൂടി വീട്ടിലേക്ക് പോവാണ്ടാ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ടെങ്കിലും അപ്പച്ചനും അമ്മച്ചും വീട്ടിലേക്ക് വന്നിട്ട് കുറേ ആയിട്ടാ. പെരുന്നാളിനൊന്നും വന്നിട്ടുണ്ടായില്ല. അപ്പം ഇന്ന് അങ്ങോട്ട് പോവാണ്. ആദ്യത്തിനാണെങ്കിൽ വണ്ടി കണ്ടതും ഭയങ്കര സന്തോഷമായിരുന്നു. അബ്രും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. പോണ വഴിക്ക് നമ്മൾ അപ്പച്ചൻ്റെ കടയിൽ കയറി കുറച്ച് നേരം വർത്താനം പറഞ്ഞു. അതുപോലെ തന്നെ നാത്തൂൻ്റെ വീട്ടിൽ കയറിയിട്ടാ. എൻ്റെ വീട്ടിലേക്ക് പോണ വഴിക്ക് തന്നെയാണ് നാത്തൂൻ്റെ വീട്. അപ്പോൾ അവിടെയും കയറി വർത്താനം പറഞ്ഞു കേട്ടോ. വീട്ടിൽ ചെന്നതും അമ്മച്ചി പറയണേ, ഞാൻ ഇന്ന് അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതാണ്, അപ്പോഴേക്കും നിങ്ങൾ ഇങ്ങോട്ട് വന്നല്ലോ, ഒന്ന് പിള്ളേരെ കാണാൻ തോന്നിയെന്ന് പറയായിരുന്നു. അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അമ്മച്ചി മനസ്സിൽ വിചാരിച്ചപ്പോഴേക്കും മക്കളായി നമ്മൾ വീട്ടിലെത്തിയല്ലോ. അതൊക്കെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ എടുത്തപ്പോഴേക്കും അമ്മച്ചിക്ക് ഭയങ്കര ടെൻഷൻ. ചായക്ക് കടുപ്പം കൂടി കഷായം പോലെയായിരുന്നു. ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ ചക്ക പഴുത്തതുണ്ടായിരുന്നു, അത് കൊണ്ടക്കോളൂ, മറക്കാണ്ട് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് എടുത്ത് വേഗം കവറിൽ വെക്കേണ്ട. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയായിരിക്കും. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മക്കൾക്ക് അത് കൊടുത്തയക്കണം, വീട്ടിലുള്ളതൊക്കെ കൊടുത്തയക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചീത്ത പറയും കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം വർത്താനം പറഞ്ഞു. അപ്പോഴേക്കും അപ്പച്ചനൊക്കെ വന്നു. പിന്നെ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.